എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ഏതാനും വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഫലങ്ങൾ. ഈ വീഡിയോയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ 2025 എന്ന വർഷത്തെ ഫലങ്ങൾ, അനുഭവങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പൂരുട്ടാതി 2 കൂറുകളിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രമാണ്. ആദ്യത്തെ മുക്കാൽ ഭാഗം കുംഭക്കൂറിലും അവസാന പാദം മീനക്കൂറിലുമാണ്. ഈ പൂരുട്ടാതി നക്ഷത്രക്കാർ ഗുരുകടാക്ഷമുള്ള നക്ഷത്രക്കാരാണ് എന്നാണ് പറയുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അവരുടെ നക്ഷത്ര ദശാധിപൻ. അതുമാത്രമല്ല, വളരെ ഗുരുത്വത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ശേഷിയും അവർക്ക് ഉണ്ട്. ഗുരു എന്ന് പറയുന്ന 2 അർത്ഥത്തിലും, വ്യാഴത്തിൻ്റെ കടാക്ഷമുണ്ട്, ഗുരുത്വമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വ വിശേഷം അവർക്ക് ഉണ്ട്. എന്നാൽ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നവരും, കൂട്ടത്തിൽ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശേഷിയുള്ളവരും എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അവർ സഹകരിച്ച് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നേതൃത്വം കൊടുത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യും. തളരാത്ത കഠിനാധ്വാനം അവർക്കുണ്ട്. സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം നൽകുന്ന സ്വഭാവമാണ്. എന്നാൽ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നതിന് മടിയില്ല. തിരുത്താനും അവർ തയ്യാറാണ്. വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃസ്ഥാനത്ത് അവർ നന്നായിട്ട് ശോഭിക്കുന്നതാണ്. തെളിഞ്ഞ ചിന്താഗതിയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തീരുമാനമെടുക്കാനുള്ള ശേഷിയും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇവർ പ്രതികരിക്കുന്നത് വളരെ പെട്ടെന്നാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കും. അങ്ങനെ കുറേ ശത്രുക്കൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എപ്പോഴും കുടുംബാംഗങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുകയും ഇടയ്ക്കിടയ്ക്ക് സുഖവിവരം തിരക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമാണ്. കുടുംബത്തോടുള്ള നല്ല സ്നേഹം എന്നും പുലർത്തുന്നുണ്ട്. നല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ട്. ഇവർക്ക് വിനയം അല്പം കുറവായിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തുള്ളൊരു ഫോൾട്ടായിട്ട് പറയാറുള്ളത്, ഒരു ന്യൂനതയായിട്ട് പറയാറുള്ളത്. അതായത് പെട്ടെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്യും. അതുപോലെ ആരാണ് എതിരെ നിൽക്കുന്നത് എന്ന് നോക്കാതെ അവർ പ്രതികരിക്കും. അവർക്ക് ശരിയെന്നുറപ്പുള്ള ഒരു കാര്യം മറ്റൊരാൾ ചോദ്യം ചെയ്താൽ അവർ ശക്തമായിട്ട് തന്നെ അതിനെ നേരിടും. അതുപോലെ നിയമപ്രകാരം നമുക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമോ ഒരു എന്തെങ്കിലും ഒരു കാര്യമോ തടഞ്ഞു വെക്കപ്പെട്ടാൽ അതും അവർ ചോദ്യം ചെയ്യും. തൻ്റെ കാര്യമാണെങ്കിലും താനുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിലും അവരത് ചോദ്യം ചെയ്യും. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്താണ്? സ്വന്തം പരിശ്രമത്താൽ ധനമുണ്ടാക്കി മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനക്കാരാണ് ഇവർ. ഭൂരിഭാഗം പൂരുരുട്ടാതി നക്ഷത്രക്കാരും ഇതാണ് ആഗ്രഹിക്കുന്നത്. വേറൊരാളിനെ ആശ്രയിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം ധനം നല്ല രീതിയിൽ വിനിയോഗിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ് അവരുടെ ഇഷ്ടം. പിന്നെ ചെറിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അവർ എന്ത് കാര്യം ചെയ്താലും അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതിൻ്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നല്ല രീതിയിലത് അവതരിപ്പിക്കും. നല്ല നിരീക്ഷണ പാഠവും ഉണ്ടായിരിക്കും. പൊതുവെ അവരുടെ ബാല്യകാലം വളരെ സന്തോഷകരമായിരിക്കും. പൂരുട്ടാതി നക്ഷത്രക്കാരെ ഇടവിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജാവിൽ നിന്നും ലഭിക്കപ്പെട്ട ധനവും അവർക്ക് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ, കൂട്ടുകാർ, നല്ല ബന്ധുക്കൾ, നല്ല കുടുംബം ഒക്കെ അവർക്ക് അർഹതയുള്ള കാര്യങ്ങളാണ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വളരെ വിദഗ്ധരാണ്. അഭിപ്രായ സ്ഥിരതയുണ്ട്. ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയില്ല. അതിൽ ഉറച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട്. ശുഭപ്രതീക്ഷയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഉണ്ട്. പാരമ്പര്യ രീതികൾ പിന്തുടരാനും ആചാരങ്ങൾ പാലിക്കാനും ഒക്കെ ഇവർ സഹകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. പൊതുവെ ആരോഗ്യവും ദീർഘായുസ്സുമൊക്കെയുള്ള രീതിയാണ് കണ്ടുവരുന്നത്. ഔദ്യോഗിക രംഗത്തും ഉയർച്ചയുണ്ടാകുന്നുണ്ട്. ബിസിനസ്സിലാണെങ്കിലും അവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച് കാണുന്നുണ്ട്. പക്ഷേ എപ്പോഴും എന്തെങ്കിലും ഒരു വിഷാദം,
ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിഷാദം അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ നേതൃപദവിയിൽ നന്നായിട്ട് ശോഭിക്കുന്നവരാണ്. കുടുംബ ഭരണത്തിലും അവർ നല്ല മിടുക്കരാണ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട്, അതായത് മക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളുകളും ആയിരിക്കും. നല്ല സ്നേഹബന്ധം പുലർത്തുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇതാണ് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ പ്രത്യേകതകൾ. ഇനി അവരുടെ 2025 ഫലം ഒന്ന് നോക്കാം. 2 കൂറുകളിലായിട്ടാണ് പൂരിട്ടാതി നക്ഷത്രം വ്യാപിച്ച് കിടക്കുന്നത്. ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലും അവസാന പാദം മീനക്കൂറിലുമാണ്. വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ നിലവിലെ സ്ഥിതി തന്നെയായിരിക്കും ആ ഗ്രഹാവസ്ഥയായിട്ട് കാണുന്നത്. അതായത് വർഷത്തിൻ്റെ ആദ്യം കുംഭക്കൂറിൽപ്പെട്ട പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി അവരുടെ ജന്മക്കൂറിലാണ്. അതായത് 7ാം ശനിയിലെ ജന്മശനിയാണ് ആ സമയത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മീനക്കൂറുകാർക്കാണെങ്കിൽ 12ലാണ് ആ സമയത്ത് ശനി. അപ്പോൾ ഈ 2 കൂറുകളിലും പെട്ട പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് 7ാം ശനിയാണ്. ആശയക്കുഴപ്പങ്ങളും ഭാവിയെക്കുറിച്ചുള്ള അവ്യക്തതകളും മനപ്രയാസങ്ങൾ ഉണ്ടാക്കും. അതായത് ജോലി കിട്ടുമോ, പഠനം പൂർത്തിയാക്കിയാൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ പഠനം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റുമോ. ഇനി മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിൽ സന്താനങ്ങളുടെ ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക, മക്കളുടെ വിവാഹം, മക്കളുടെ ജോലി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ ദൂരെയുള്ള ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുമോ, ഇങ്ങനെയുള്ള കുറേ ഉത്കണ്ഠകളും ആശങ്കകളുമൊക്കെ ഈ സമയത്ത് വെച്ച് പുലർത്തുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷയിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും, എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ. കലാകാരന്മാർക്കും ഈ പെർഫോമൻസ് സംബന്ധിച്ച കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു അവ്യക്തത നിലനിൽക്കുന്നു വർഷാദ്യം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് അനുയോജ്യമായ കാലമല്ല. കാരണം 7ാം ശനിയാണല്ലോ. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചാൽ പുതിയ ജോലി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയില്ല. പൊതുവെ ഒരു അലസത ഈ സമയത്ത് അനുഭവപ്പെടാം ശനിയുടെ ഭാഗമായിട്ട്. എന്നാലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ ശനി ഇവർക്ക് ദോഷകരമല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ 7ാം ശനിയുടെ കാലത്തുണ്ടാകുന്ന ഒരു ലാഗിങ്, എല്ലാ കാര്യത്തിനും പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലി കൃത്യമായിട്ട് തീർത്തുകൊണ്ടിരുന്നവർ ചിലപ്പോൾ ആ പഴയ പെർഫോമൻസ് കാണിക്കാതെ കുറച്ചുകൂടെ അത് നീട്ടിവെക്കുന്ന രീതി, അതൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പക്ഷേ നമ്മൾ മനഃപൂർവ്വം തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ ആത്മാർത്ഥത ചെലുത്തി നമ്മുടെ ജോലികളൊക്കെ തീർക്കേണ്ടതാണ്. അലസത പാടില്ല. അതുപോലെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജോലി മറ്റുള്ളവരെ ഏൽപ്പിച്ച് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ വലിയ അബദ്ധങ്ങൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ധനനഷ്ടവും മാനനഷ്ടവും വന്നേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്താൽ. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരാളിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പല കഷ്ടനഷ്ടങ്ങളും ഉണ്ടായേക്കാം, കേസുകളും നേരിടേണ്ടി വന്നേക്കാം. അതിന് ഈ കേതുവിൻ്റെ സ്ഥാനമൊക്കെ ഒരു കാരണമാണ് കേട്ടോ. അതുകൊണ്ട് പൂർണ്ണ ശ്രദ്ധയോടെ ജോലിയും മറ്റും ചെയ്യേണ്ടതാണ്. ഈ ഫൈനാൻസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കടുത്ത മത്സരം നേരിടേണ്ടി വരാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. കുംഭക്കൂറിലെ പൂരിട്ടാതിക്കാർക്ക് ജന്മശനി മാറുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് 29-നാണ് ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്നത്. അതിനുശേഷം കുറേശ്ശെയായിട്ട് നേട്ടങ്ങൾ വന്നു തുടങ്ങും. എങ്കിലും പൂർണ്ണ സ്വസ്ഥത അനുഭവപ്പെടുകയില്ല. കാരണം 7ാം ശനി പൂർണ്ണമായിട്ടും മാറുന്നില്ല. ജന്മത്തിൽ നിന്ന് ശനി മാറുന്നതിൻ്റെ ഒരു ആശ്വാസം അനുഭവപ്പെടും. ഈ 2025 കുറേയേറെ മാസങ്ങൾ ശനി പൂരിട്ടാതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം പൂരിട്ടാതി ഒരു ജംഗ്ഷനിലാണല്ലോ നിൽക്കുന്നത്. അതായത് കുംഭൻ രാശിയുടെയും മീനൻ രാശിയും കൂടെ ചേർന്ന് വരുന്ന സ്ഥലത്താണല്ലോ പൂരിട്ടാതി നക്ഷത്രം വരുന്നത്. അപ്പോൾ ശനി കൂടുതലും സഞ്ചരിക്കുന്നത് ഈ പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗത്തിൽ കൂടെയും അതുപോലെ തന്നെ മീനത്തിലേക്ക് കടന്നാലും ഏതാനും മാസങ്ങൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം. ഉന്മേഷരഹിതമായ അവസ്ഥയാണ് പലപ്പോഴും തോന്നുക. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരലസത. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പല അവസരങ്ങളും നഷ്ടപ്പെട്ടേക്കാം ഈ അലസത കാരണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരിക്കലും അലസരായിട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ ആ വൈബ്രൻ്റായിട്ടുള്ള ആ സ്വഭാവം ഉണ്ടല്ലോ, പൂരിട്ടാതിക്കാർ വളരെ ഊർജ്ജസ്വലരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ഉറങ്ങുമ്പോൾ പോലും അവരുടെ മനസ്സ് ഭാവനാപൂർണ്ണമാണെന്നാണ് പറയപ്പെടുന്നത്.
അവർ സ്വപ്നം കാണുന്നത് പോലും പോസിറ്റീവായ കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. എപ്പോഴും പുതിയ ജോലി വരുന്നുണ്ടോ, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവരാണെങ്കിലും ഏത് മേഖലയിലാണ് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നത്, ഏത് മേഖലയിലാണ് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രാഹു കുംഭൻ രാശിയിലേക്ക് മെയ് മാസത്തിൽ മാറുന്നത് പെട്ടെന്നുള്ള ചെറിയ ധനലാഭങ്ങൾ നൽകിയേക്കാം. മെയ് പകുതിയിലെ വ്യാഴമാറ്റം സൽഫലങ്ങൾക്ക് കാരണമാകും. കുംഭക്കൂറിൽ വരുന്ന പൂരുട്ടാതി നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണഫലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ രാഹു ജന്മത്തിലോട്ട് വരുമ്പോൾ ലോട്ടറിയിലെ ചെറിയ സമ്മാനങ്ങൾ കിട്ടുക, ചിലപ്പോൾ ഒന്നാം സമ്മാനമോ അതിൻ്റെ അടുത്തുള്ള സമ്മാനങ്ങളോ ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട് ജാതകത്തിൽ അനുകൂലമാണ് ഫലമെങ്കിൽ. അതല്ല നോർമലി ഈ താൽക്കാലിക ഗ്രഹാവസ്ഥ വെച്ചാണെങ്കിൽ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ആ സമയത്തുണ്ട്. അങ്ങനെയാണ് രാഹു ജന്മക്കൂറിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ മെയ് പകുതിയിൽ വ്യാഴവും കൂടെ മാറുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാവും. വ്യാഴം അവരുടെ 5ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ആർക്കാണ്? കുംഭക്കൂറിൽപ്പെടുന്നവർക്ക്. സന്താന ഗുണം, പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ കഴിയുക, പുതിയ ബിസിനസ് പങ്കാളികളുമായിട്ട് ചേർന്ന് വ്യാപാരത്തിൽ നവീകരണം കൊണ്ടുവരിക, പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ധനഭാവം ക്രമേണയായിരിക്കും പുഷ്ടിപ്പെട്ടു വരുന്നത്. അല്ല ഒറ്റയടിക്ക് വ്യാഴം മാറുന്നു, രാഹു ജന്മത്തിലോട്ട് വരുന്നു, പെട്ടെന്ന് കുറേ ധനം കിട്ടുക എന്നുള്ളതല്ല. ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ കുറച്ച് പതുക്കെയായിരിക്കും വരുന്നത്. മീനക്കൂറിൽപ്പെടുന്നവരുടെ അനുഭവം നോക്കുമ്പം മാർച്ച് അവസാനം മുതൽ ശനി ജന്മക്കൂറിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ 12 നിൽക്കുന്ന ശനി മീനക്കൂറുകാർക്ക് ജന്മക്കൂറിലേക്ക് ആ സമയത്ത് എത്തിച്ചേരും. ഈ ജന്മശനി എന്ന് പറയുന്നത് വളരെ വിഷമകരമായൊരു കാലമാണ്. എപ്പോഴും പല പല ചിന്തകൾ മനസ്സിനെ വിഷമിപ്പിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അലച്ചിൽ വർദ്ധിക്കും, യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും, ജോലിയിൽ സംതൃപ്തി കുറയും. അതുകൂടാതെ മെയ് മാസത്തോടെ വ്യാഴം 4ാം ഭാവത്തിലേക്ക് കിടക്കുന്നതുകൊണ്ട് ഗുണാനുഭവങ്ങൾ കുറയുന്നതുമാണ്. എങ്കിലും പിന്നെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 4ലേക്ക് വരുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ഒരു വിഷമമൊന്നും തോന്നുകയില്ല. 3ൽ വ്യാഴം നിൽക്കുന്നതിനേക്കാൾ നല്ലത് 4ൽ നിൽക്കുന്നതാണ്. കർമ്മരംഗത്ത് പൂർണ്ണമായിട്ടും മുഴുകാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഒളിഞ്ഞോ തെളിഞ്ഞോ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസൂയക്കാർ പല സംസാരങ്ങളിലൂടെ തളർത്താനായിട്ട് ശ്രമിക്കും. അതിലൊന്നും വീഴരുത്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു, മറ്റുള്ളവർ അഭിപ്രായങ്ങൾ എങ്ങനെ രൂപീകരിക്കുന്നതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഏതാണോ അത് സെലക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് ഈ ഭൂമിയിലെ ഒരു ജീവി എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, നമുക്ക് വേണ്ടി ചിന്തിക്കുക, അവനവന് വേണ്ടി ചിന്തിക്കുക. മറ്റുള്ള അസൂയക്കാരെന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ കുടുംബജീവിതം പൊതുവെ സ്വച്ഛന്തമാകും. അസൂയക്കാരുടെ ശല്യമൊക്കെ വരുമെങ്കിലും ജോലി സ്ഥലത്തൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുക. സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. മക്കളുടെ ജോലിക്കാര്യം സാധിക്കുന്നതാണ്, ഫലവത്തായി തീരുന്നതാണ്. വ്യാഴം 4ലും ശനി ജന്മത്തിലുമായതുകൊണ്ട് വർഷാദ്യം മുതൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. രാഹുവും പൂരുട്ടാതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ വർഷം ആരോഗ്യപരമായിട്ട് വളരെ കരുതൽ വേണ്ട സമയമാണ്. ഇതാണ് നമുക്ക് ചുരുക്കത്തിൽ പൂരുട്ടാതിക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പം കുംഭക്കൂറിലെ പൂരുട്ടാതി 3/4 ഭാഗത്തിൽ ജനിച്ചവരും മീനക്കൂറിൽ അവസാനത്തെ 15 നാഴിക പൂരുട്ടാതി ജനിച്ചവരും തമ്മിൽ അനുഭവങ്ങളിൽ നേരിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ടും രാഹുവിൻ്റെ സ്ഥാനം കൊണ്ടും ശനിയുടെ സ്ഥാനം കൊണ്ടുമുള്ള വ്യത്യാസം. ഇനി നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നോക്കാം. ഇവരനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ബുധദശ, ശുക്രദശ, ചന്ദ്രദശ ഈ 3 ദശകളും മോശമായതുകൊണ്ട് അല്ലെ അനുകൂലമല്ലാത്തതുകൊണ്ട് ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന എന്താണ്? ജന്മനക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുക. പൂരുട്ടാതി, പുണർദം, വിശാഖം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് അങ്ങനെ ചെയ്യുന്നത്, ക്ഷേത്ര ദർശനം നടത്തുന്നത്. പിന്നെ നക്ഷത്ര ദശാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. വിഷ്ണു സഹസ്രനാമ സ്തോത്രം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും നാമാവലി ഒക്കെ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. നവഗ്രഹ സ്തോത്രങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ജന്മ നക്ഷത്രം തോറും വിഷ്ണു പൂജ നടത്തുന്നത് വളരെ ഉപകാരമാണ് തടസ്സങ്ങൾ മാറാനായിട്ട്. വ്യാഴ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണല്ലോ പൂരുട്ടാതി. അപ്പം നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിനും
ദേവന്മാരിൽ വിഷ്ണുവിനുമാണ് നമ്മൾ പൂജകൾ ചെയ്യേണ്ടത്. അപ്പം വിഷ്ണു സഹസ്രനാമം കഴിയുന്നത്ര ജപിക്കാനായിട്ട് ശ്രമിക്കുക. അത് നന്നായിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതാണോ ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. ചെറിയ വഴിപാട് എന്തെങ്കിലും ചെയ്യുക. നെയ്വിളക്കോ തുളസിമാലയോ എന്തെങ്കിലും സമർപ്പിക്കുക. പൂരുട്ടാതിയും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അസുഖങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം മഹാദേവന് അർച്ചന ചെയ്യുക. കൂവള ഇല കൊണ്ട് അർച്ചന ചെയ്യുക. നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാന് നെയ്വിളക്കും അർച്ചനയും സമർപ്പിക്കുക. പിന്നെ ചെയ്യേണ്ടത് നാഗദൈവങ്ങൾക്കുള്ള വഴിപാടാണ്. സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും അല്ലെ ആയില്യപൂജ അല്ലെ കദളിപ്പഴ നേദ്യം ഇതിലേതെങ്കിലും ത്രിമധുരം ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. അത് നിങ്ങൾക്കും ഗുണകരമാണ്, നിങ്ങളുടെ സന്താനങ്ങൾക്കും വളരെ ഗുണകരമാണ്. കാരണം ഈ രാഹുവും കേതുവും മൂവ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ മെയ് മാസത്തിൽ. രണ്ടും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അത് ഗ്രഹങ്ങളല്ല, നിഴലുകളാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്കിലും അവയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. മറ്റ് ഗ്രഹങ്ങളെക്കാളും കൂടുതലാണ് പലപ്പോഴും രാഹുവിൻ്റെ ഒരു സ്വാധീനം. അപ്പോൾ ഈ അസൂയക്കാരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാനും അതുപോലെ മറ്റ് സർപ്പദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും ഒന്നും ബാധിക്കാതിരിക്കാനൊക്കെ ഈ സർപ്പക്ഷേത്ര പൂജ ചെയ്യുന്നത് നല്ലതാണ്. സർപ്പക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കുക. ചെറിയ വഴിപാടുകൾ കൊടുത്താൽ മതി. ആയില്യപൂജ പങ്കെടുക്കുക, അല്ലെങ്കിൽ നൂറും പാലും വഴിപാടായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ട് നിങ്ങളുടെ കുടുംബ ദേവതയ്ക്ക് ഈ വർഷം ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കിയിട്ട്, പ്രതിഷ്ഠാദിനമൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം പോവുക. അത് പറ്റിയില്ലെങ്കിൽ ഈ വർഷത്തെ ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കി അവിടെ പോയി അർച്ചനയും പിടിപ്പണവും ഒരു പിടി നാണയം നമ്മൾ എണ്ണി നോക്കാതെ എടുത്ത് കിഴി കെട്ടി നടക്കൽ സമർപ്പിക്കുന്നതാണ് ഈ പിടിപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രായശ്ചിത്തമാണത്. പൂർവ്വജന്മപാപങ്ങൾ ഉൾപ്പെടെ മാറാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു സമർപ്പണം ചെയ്യുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. എണ്ണി നോക്കരുത് ആ നാണയം. അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ജീവിതം സുഗമമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏതായാലും ഏഴരശനി ആയതുകൊണ്ട് തീർത്തും തടസ്സം ഒഴിവാക്കിയുള്ളൊരു ജീവിതം ഈ സമയത്ത് പറ്റില്ല. ഈ വർഷം ബുദ്ധിമുട്ടാണ്. എങ്കിലും പരമാവധി തടസ്സങ്ങൾ ഒഴിവാക്കാം, പരമാവധി ദുഃഖാനുഭവങ്ങൾ ഒഴിവാക്കാം, പിന്നെ ജോലിയിലും മറ്റും വരുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഇതെങ്കിലും നമുക്ക് മിനിമം ചെയ്യാം. പിന്നെ കുറച്ച് അലച്ചിലുകളൊക്കെ ഉണ്ടാകും. ഈ അലച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ അന്നേരം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുടുംബസമേതം ഒരു യാത്ര പോവുക. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും അതിനകത്തങ്ങ് പെട്ടുപോക്കോളും. ധനച്ചെലവ് ഉണ്ടാകും എന്നുള്ള ഫലവും അലച്ചിലുണ്ടാകും എന്നുള്ള ഫലവും ഈ യാത്രയിൽ കൂടെ നമുക്കങ്ങ് പരിഹരിക്കാം. എന്നാൽ കുടുംബത്തോടൊപ്പം ഒരു യാത്ര ചെയ്തതിൻ്റെ സുഖവും ലഭിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ജ്യോതിഷത്തിൽ പരിഹാരങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം എല്ലാ പൂരുട്ടാതി നക്ഷത്രക്കാർക്കും ഐശ്വര്യ സമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.